ഹരിയാനയിൽ BJP നേതാവിന്റെ പേരിലുള്ള വീട്ടു നമ്പറിൽ 66 വോട്ടേഴ്സ് ഉണ്ടെന്നായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. രാഹുൽ ഗാന്ധി പറഞ്ഞ ഹോഡൽ ജില്ലയിലെ ഗുദ്രന ഗ്രാമത്തിൽ 24 വാർത്താ സംഘം എത്തി. ഇവിടെ ഒരു വീട്ടു നമ്പറിൽ നിരവധി വോട്ടേഴ്സ് ഉണ്ട്. BJP ജില്ലാ പരിഷത്ത് വൈസ് ചെയർപേഴ്സൺ ഉമേഷ് ഗുദ്രാനയുടേതാണ് ഈ വീട്. കൂട്ടുകുടുംബമാണ് ഇവരുടേത്. ഒരേ പ്ലോട്ടിൽ പല വീടുകളായി താമസിക്കുന്നവരാണെന്നും തലമുറകളായി ഒരേ വീട്ടുവിലാസമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളതെന്നും 24 അന്വേഷണത്തിൽ വ്യക്തമായി. അജീഷ് ജയകുമാറിന്റെ റിപ്പോർട്ട്. രാഹുൽ ഗാന്ധിയുടെ ദി എച്ച് ഫയൽസിലെ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഹരിയാനയിലെ ഹോഡൽ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ അവിടുത്തെ ഒരു BJP നേതാവിന്റെ വീട്ട് അഡ്രസ്സിൽ 66 അംഗങ്ങൾ താമസിക്കുന്നു എന്നതായിരുന്നു. ഇത് അന്വേഷിക്കാനാണ് നമ്മൾ ഡൽഹിയിൽ നിന്ന് ഈ ഹോഡലിലെ ഗുദ്രന എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് എത്തിയത്. ഈ രാത്രിയാണ്. ഇപ്പോൾ നമ്മൾ സമയം ഏതാണ്ട് 9 മണിയൊക്കെ കഴിഞ്ഞു. ഗൂഗിൾ മാപ്പ് ചെന്ന് അവസാനിക്കുന്നത് ഈ ഗ്രാമത്തിലെ ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്ത് ചെന്നെത്തുമ്പോൾ തന്നെ ഈ ഗുദ്രന എന്ന് പറയുന്ന BJP നേതാവിന്റെ വീടിനോട് സമീപത്തുള്ള സ്ഥലത്താണ് ഗൂഗിൾ മാപ്പ് ചെന്ന് അവസാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഉമേഷ് ഗുദ്രന എന്നാണ്. നമ്മൾ അന്വേഷിച്ചപ്പോൾ, അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർ വലിയൊരു ജോയിന്റ് ഫാമിലിയാണ്. നമ്മളിപ്പോൾ കാണുന്നത് വീട് ഇവരുടെ നമ്മൾ നാട്ടിലൊക്കെ പറയുന്നത് പോലെ കുടുംബ വീട് എന്നതൊക്കെ പറയുന്നത് പോലെ ഇവർ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗുദ്രന എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് കുടിയേറിയ സമയത്ത് ഇവർ ഉണ്ടായിരുന്ന വീടാണ്. പിന്നീട് അവർക്ക് വലിയ സമ്പാദ്യമൊക്കെ ഉണ്ടായപ്പോൾ ആ വീട് അവർ വലുതാക്കി. ഇപ്പോൾ ഇവരുടെ ഈ ജോയിന്റ് ഫാമിലിയിലെ അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ ഇതിനടുത്തടുത്താണ് താമസിക്കുന്നത്. അതായത് നമ്മൾ വന്നിറങ്ങിയ സ്ഥലമൊക്കെ തന്നെ ഇവരുടെ ബന്ധുക്കളുടെ ആ വീടുകളാണ് മൊത്തത്തിൽ. നമുക്ക് ഈ കുടുംബത്തിലെ ഏറ്റവും മൂത്ത കാരണവർ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ രാജ്പാൽ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം അവരുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട്. എല്ലാവരുടെയും വീട്ട് അഡ്രസ്സിന്റെ നമ്പർ 150 ആണ്. ഹൗസ് നമ്പർ 150 എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ആരോപണത്തിൽ എത്രത്തോളം വാസ്തവമുണ്ട്, അതോ ഇവരെല്ലാം BJPക്ക് വേണ്ടി ഇറങ്ങിവരാണോ, അതൊക്കെ നമുക്ക് എന്നാൽ അവരോട് തന്നെ ചോദിച്ചു നോക്കാം. आपका नाम क्या है? मेरा नाम सुरेश है. सुरेश है. आपको परिवार का कितना लोग है? परिवार के हमारे जो पिताजी हरे वो तो 4 भाई थे और 4 भाई में 3 एक के हैं, 2 एक के हैं, 5 एक हैं, तो 9 तो वो हो गए और 9 भाई हम एक हैं, एक ही माँ के एक बाप के. पूरा आदमी को पूरा लोग को हाउस एड्रेस एक के 150 है. हाँ, एक ही जगह रहते हैं. आप कितने साल पहले कितने साल आपको फैमिली इधर आ गया ये गुदरना गांव में? ये सर हमें अप्रोक्स हमारे जो फैमिली है ना, जो हमारे दादाजी आए थे यहाँ पे, तो करीब 80-90 साल हो गया हमें. हाँ, और हमारी जो फैमिली पहले रहती थी तो ये हमारी अपनी जो पुश्तैनी जमीन है ना, ये वाली है. मतलब जहाँ सारे बड़े बूढ़े रहते थे, जो हमारे दादा हर 4 भाई थे वो यहीं रहते थे. तो इसको अब जैसे ही परिवार बड़े हैं, बढ़ने के बाद में क्या है कि अपने अपने अलग अलग मकान बना लिए. यहाँ हमने बैठक टाइप में, അതായത് നമ്മൾ ആദ്യം വന്നപ്പോൾ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസാണെന്നാണ് കരുതിയത്. ഒരു രമേശ് ഗുദ്രാന എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ കുറച്ച് ആളുകളുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം കരുതിയത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ്, പക്ഷെ ഇവരുടെ കുടുംബാംഗങ്ങൾ ആണ് എന്നാണ് പിന്നീട് മനസ്സിലായത്. പരിവാർ പൂര BJP के साथ काम करते हो? हाँ, पूरा परिवार BJP के साथ ही रहा है जब से 2014 से. तो उससे पहले तो सभी कांग्रेस ही थे. ഇത് ഈ കുടുംബത്തിലുള്ള ചില ആളുകളുടെ വോട്ടർ ID കാർഡാണ്. നമുക്ക് ആ വോട്ടർ ID കാർഡിന്റെ കുറച്ച് ആ വിഷ്വൽസ് നമുക്ക് നോക്കാം. അതായത് ഇതിൽ എല്ലാ പേരും എത്തിയിട്ടില്ല. ഇതിൽ എന്റെ കയ്യിലുള്ള എല്ലാ വോട്ടർ ID കാർഡും കയ്യിൽ നിൽക്കുന്നില്ല, അത്രയും വോട്ടർ ID കാർഡിന്റെ കയ്യിലുണ്ട്. എല്ലാം 150 എന്ന വീട്ടു നമ്പർ തന്നെയാണ്. ഇത് 150 തന്നെയാണ് കൂടുതൽ ആളുകളുടെയും ആ വീട്ടു നമ്പർ ഈ വോട്ടർ ID കാർഡിലുള്ളത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. കാരണം ഈ ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടുകാരെല്ലാം നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ വോട്ടർ ID കാർഡ് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അങ്ങനെ നമുക്കത് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടു. അവർ എല്ലാവരും തന്നെ ഒരു വീട്ട് അഡ്രസ്സിൽ ഉള്ളതാണ്. ഇവർ പറയുന്നതനുസരിച്ചിട്ട് 2009 ആ സമയത്താണ് ഇവരുടെ ഈ വീട്ട് അഡ്രസ്സ് കിട്ടുന്നത്, വോട്ടർ പട്ടികയിൽ ഇവർ പേര് ചേർക്കുന്നത്. അന്ന് കോൺഗ്രസ് സർക്കാരായിരുന്നു ഹരിയാന ഭരിച്ചിരുന്നത്. ആ സമയത്താണ് ഇവർക്ക് ഈ അഡ്രസ്സ് കിട്ടുന്നത്. എന്തെങ്കിലും കൃത്രിമത്വം കാണിക്കണമെങ്കിൽ അങ്ങനെ ആ സമയത്ത് നടത്തില്ലല്ലോ എന്നാണ് ഇവർ ചോദിക്കുന്നത്. എന്തായാലും ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിലെ ആ പ്രധാനപ്പെട്ട കാര്യം അത് തെറ്റാണെന്ന് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഹരിയാനയിലെ ഗുദ്രനയിൽ നിന്നും മോഹൻകുമാറിനൊപ്പം അജീഷ് ജയകുമാർ, 24.